വയലിന് ശബ്ദം നൽകിയ കലാകാരി ഡോക്ടർ ശ്രീമതി എൻ രാജം, പത്മവിഭൂഷൺ ജേതാവ് 2026. വിദ്യയിൽ നിന്ന് വിനയം, വിനയത്തിൽ നിന്ന് യോഗ്യത, യോഗ്യതയിൽ നിന്ന് ധനം, ധനത്തിൽ നിന്ന് ധർമ്മം, ധർമ്മത്തിൽ നിന്ന് സുഖം. ഇതൊരു ശ്ലോകം മാത്രമല്ല, ഒരു സ്ത്രീയുടെ ജീവിതത്തിന്റെ സമ്പൂർണ്ണ കഥയാണ്. അറിവിലേക്കുള്ള വഴി. 1941 എറണാകുളത്തെ ഒരു സാധാരണ കുടുംബത്തിലാണ് അവർ ജനിച്ചത്. 3 വയസ്സായപ്പോൾ അവർക്കൊരു വയലിൻ ലഭിച്ചു. കർണാടക സംഗീതത്തിലെ വിദ്വാനായ പിതാവ് എ നാരായണ അയ്യർ തന്നെ അവരെ പരിശീലിപ്പിച്ചു. പിന്നീടവർ മഹാനായ മുസിരി സുബ്രഹ്മണ്യ അയ്യരുടെ ശിഷ്യയായി. 14-ാം വയസ്സിൽ ശ്രീമതി MS സുബ്ബലക്ഷ്മിയോടൊപ്പം വേദി പങ്കിടാൻ അവർക്ക് സാധിച്ചു. ഈ നേട്ടങ്ങൾക്ക് പുറമെ സംഗീത പാഠങ്ങൾ നൽകി കുടുംബത്തെ സാമ്പത്തികമായി പിന്തുണയ്ക്കുക എന്നതും അവരുടെ ഉത്തരവാദിത്തമായിരുന്നു. അറിവും അനുഭവവും നമ്മളെ വിനയമുള്ളവരാക്കും. അവർ ബനാറസിലെത്തി. ദക്ഷിണേന്ത്യൻ പെൺകുട്ടി ഒരു ഉത്തരേന്ത്യൻ പുരുഷപ്രധാന ലോകത്തെ നേരിട്ടു. അവർ പണ്ഡിറ്റ് ഓംകാർനാഥ് ഠാക്കൂറിന്റെ ശിക്ഷണത്തിൽ ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിലേക്ക് സുതാര്യമായി കടന്നു. പിന്നീടാണ് ലോകം ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു സംഗീതം ജനിച്ചത്. ഗായകി അങ്ക്, മനുഷ്യ ശബ്ദം പോലെ പാടുന്ന വയലിൻ. അവർ ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിന്റെ ചരിത്രം മാറ്റിയെഴുതി. വിനയം യോഗ്യത നൽകുന്നു, യോഗ്യത സമ്പത്ത് നൽകുന്നു. സംഗീതത്തിൽ PhD-യും സംസ്കൃതത്തിൽ MA-യും നേടിയ അവർ പിന്നീട് ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ പെർഫോമിംഗ് ആർട്ട് പ്രൊഫസറും ഡീനുമായി. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ തേടി യാത്രയും പ്രകടനങ്ങളും തുടരുന്നതിനിടെ നിരവധി രാജ്യങ്ങളിലെ വയലിനിസ്റ്റുകൾ അവരുടെ മാർഗനിർദ്ദേശം തേടി. ഉസ്താദ് ബിസ്മില്ല ഖാനോടും സഹോദരൻ പ്രൊഫസർ TN കൃഷ്ണനോടുമൊപ്പം അവർ യുഗ്മ സംഗീതം അവതരിപ്പിച്ചു. പണ്ഡിറ്റ് മഹാദേവ് പ്രസാദ് മിശ്രയുടെ ശിക്ഷണത്തിൽ അവർ ആരംഭിച്ച ബനാറസി ഠുംറികൾ പ്രേക്ഷകരെ ആകർഷിച്ചു. സമ്പത്ത് ധർമ്മത്തിലേക്ക് നയിക്കുന്നു. അവർക്ക് വിശ്രമിക്കാമായിരുന്നു, പക്ഷെ അവർ പഠിപ്പിച്ചു. അവരുടെ മകൾ സംഗീത ശങ്കർ, കൊച്ചുമക്കൾ രാഗിണി, നന്ദിനി ശങ്കർ. അവർക്ക് കീഴിൽ അനേകം വിദ്യാർത്ഥികൾ പഠിച്ചു. ഗുരുകുല പാരമ്പര്യം തിരികെ കൊണ്ടുവരാൻ അവർ സ്വരസാധന തപോവൻ സ്ഥാപിച്ചു. 87-ാം വയസ്സിലും അവർ വിനയത്തോടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും രാജം എങ്ങനെ തോന്നുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ ലളിതമായി പറയുന്നു, ഈ നേട്ടങ്ങളെല്ലാം എന്റെ അച്ഛന്റെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹവും ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും ആത്മാർത്ഥ പിന്തുണയും കൊണ്ടാണ്. ഡോക്ടർ ശ്രീമതി എൻ രാജം. കോടി കോടി നമസ്കാരം.